Shana Puthankot here. ലോജിക്കൽ റീസണിങ്ങിൻ്റെ PYQ ആണ്. ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐഡൻറ്റിഫൈ ദ ഫാലസി കമ്മിറ്റഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഫാലസി, ഇതിനകത്ത് ഏത് ഫാലസിയാണ് കമ്മിറ്റ് ചെയ്തേക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇസ് മോറലി റോങ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് മോറലി റോങ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എത്തിക്കലി impermissible to inflict death as punishment for crime. അതായത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വധശിക്ഷയൊക്കെയാണ് അല്ലേ. അപ്പോൾ വധശിക്ഷ അല്ലെങ്കിൽ അതായത് വധശിക്ഷയാണ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വധശിക്ഷ മോറലി റോങ് ആണെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ റീസൺ ആയിട്ട് പിന്നെ എന്താ പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് എത്തിക്കലി impermissible to inflict death as punishment for crime. അതായത് ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷയായിട്ട് മരണം വിധിക്കുക എന്ന് പറയുന്നത് എത്തിക്കലി അല്ലെങ്കിൽ മോറലി തെറ്റാണെന്നാണ്. അപ്പോൾ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിലേക്ക് തന്നെ അല്ലേ തിരിച്ച് വീണ്ടും വരുന്നത്. സോ എന്തായിരിക്കും ബെഗിങ് ദ ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ. അതായത് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് ആദ്യമേ അസ്യൂം ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രോസസ്സാണിതല്ലേ. അപ്പോൾ എന്താണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22. ഇവിടെ which of the following statements are so related that they can neither both be true nor can be false together. ഒരുമിച്ച് ട്രൂവും ഒരുമിച്ച് ഫോൾസും ആവാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് ട്രൂ ആയാൽ മറ്റേത് ഫോൾസ് ആയിരിക്കും. ഒരുമിച്ച് ട്രൂ ആവാൻ പാടില്ല, ഒരുമിച്ച് ഫോൾസും ആവാൻ പാടില്ല. അതിൻ്റെ അർത്ഥം ഒന്ന് ട്രൂ ആയാൽ സ്വാഭാവികമായിട്ടും മറ്റേത് ഫോൾസ് ആവണം. ഒന്ന് ഫോൾസ് ആയാൽ ഒരുമിച്ച് ഫോൾസ് ആവാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ഫോൾസ് ആയാൽ മറ്റേത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതിൻ്റെ അർത്ഥം കോൺട്രഡിക്റ്ററി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വെരി സിമ്പിൾ. അതായത് ഒരുമിച്ച് ട്രൂവും ഒരുമിച്ച് ഫോൾസും ആവാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കോൺട്രഡിക്റ്ററി ആണ്. അതായത് ഒന്ന് ട്രൂ ആയാൽ മറ്റൊന്ന് ഫോൾസ് ആവുന്ന കണ്ടീഷനാണിത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് കോൺട്രഡിക്റ്ററി വരുന്നത്? ഓളും സം നോട്ടും. അതായത് ബി ആൻഡ് സി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ഇനി അടുത്ത ഒരു കോൺട്രഡിക്റ്ററി പെയർ ഏതാണ്? നോയും സമ്മും ഏതാണ് വരാം? നോ എ, സമ്മ് ഡി. എ ആൻഡ് ഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ സി. സോ അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി, ദാറ്റ് ഈസ് എ ആൻഡ് ഡി. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് കോൺട്രഡിക്റ്ററി എന്ന് ചോദിക്കണം എന്നില്ല. അതായത് ഒന്ന് ട്രൂ ആയാൽ മറ്റേത് ഫോൾസ് ആവുന്ന കോൺട്രഡിക്റ്ററി ആണെന്ന് നമുക്കറിയാം, അത് എളുപ്പത്തിൽ കിട്ടും. പക്ഷെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രണ്ടും ട്രൂവും രണ്ടും ഫോൾസും ആവില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് ട്രൂ ആയാൽ മറ്റേ ഫോൾസ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അതായത് കോൺട്രഡിക്റ്ററി. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മളെടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ കെയർഫുൾ ആവുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഫാലസി കമ്മിറ്റഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെൻറ്റ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഫാലസി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദർ മസ്റ്റ് ബി ഇൻ്റലിജൻറ്റ് ലൈഫ് ഓൺ അതർ പ്ലാനറ്റ്സ്. മറ്റ് പ്ലാനറ്റുകളിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യരോ ജീവികളോ ഒക്കെ ഉണ്ടാവാം. നോ വൺ ഹാസ് പ്രൂവൺ ദാറ്റ് ദർ ഈസിൻറ്റ്. അങ്ങനെ ഇല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. ഇല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്ത് ഫാലസിയാണ്? അപ്പീൽ ടു ഇഗ്നറൻസ്. നമ്മളിതിന് സമാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. അപ്പീൽ ടു ഇഗ്നറൻസ് ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Identify the common pattern of deductive reasoning in the following argument. If we do not stop for gas soon, then we will run out of gas. ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസോലിൻ അല്ലേ. നമ്മൾ വിദേശത്തൊക്കെ നമ്മൾ പെട്രോളിന് പകരം ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗ്യാസ് ഫില്ല് ചെയ്യാൻ നമ്മളിപ്പോൾ നിർത്തിയില്ലെങ്കിൽ വണ്ടിയുടെ ഇന്ധനം തീർന്നു പോകും. ഇഫ് വി റൺ ഔട്ട് ഓഫ് ഗ്യാസ് ദെൻ വിൽ ബി ലേറ്റ് ഫോർ ദ വെഡിങ്. അങ്ങനെ നമ്മുടെ ഇന്ധനം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെഡിങ്ങിന് എത്താൻ ലേറ്റ് ആവും. ദെയർ ഫോർ ഇഫ് വി ഡു നോട്ട് സ്റ്റോപ്പ് ഫോർ ഗ്യാസ് സൂൺ വിൽ ബി ലേറ്റ് ഫോർ വെഡിങ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യാൻ ഇപ്പം നിർത്തിയിട്ടില്ലെങ്കിൽ വെഡിങ്ങിന് എത്താൻ ലേറ്റ് ആവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് തരം ആർഗ്യുമെൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. ചെയിൻ ആർഗ്യുമെൻ്റ് ആണ്. ചെയിൻ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയാം. അപ്പോൾ സ്ലിപ്പറി സ്ലോപ്പിൻ്റെ മറ്റൊരു പേരാണ് ചെയിൻ ആർഗ്യുമെൻ്റ്. അതായത് ഇത് ചെയ്തില്ലെങ്കിൽ അടുത്ത സംഭവിക്കും, അത് ചെയ്തില്ലെങ്കിൽ അടുത്ത സംഭവിക്കും, അങ്ങനെ ഒരു ചെയിൻ പോലെയാണല്ലോ ഇത് പോകുന്നത്. സോ ആൻസർ എന്താണ്? ചെയിൻ ആർഗ്യുമെൻറ്റ്. വെരി സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്.
ഇന്ത്യൻ ലോജിക് ട്രീറ്റ്സ് ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ ആസ് സെപ്പറേറ്റ് പ്രോസസ്സ്. ഇന്ത്യൻ ലോജിക്കിൽ ഇൻഡക്ഷനും ഡിഡക്ഷനും സെപ്പറേറ്റ് പ്രോസസ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ്. അല്ല, ഇന്ത്യൻ ലോജിക്കിൽ ഇൻഡക്ഷനും ഡിഡക്ഷനും ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ലോജിക്കിൽ ഇൻഡക്ഷൻ വേറെ ഡിഡക്ഷൻ വേറെ അങ്ങനെയല്ല. ഇനി അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഇന്ത്യൻ ലോജിക് ഡസ് നോട്ട് റിജക്ട് ദ വെർബലിസ്റ്റ് വ്യൂ ഓഫ് ലോജിക്. വെർബലിസ്റ്റ് വ്യൂ ഓഫ് ലോജിക്കിനെ റിജക്റ്റ് ചെയ്യുന്നതാണ്. റിജക്റ്റ് ചെയ്യുന്നില്ല. വെർബലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വാക്ക് കൊണ്ട് അല്ലേ. നമ്മൾ ഒരു വാക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ വെർബലിസ്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് അത് പറയുന്ന കേട്ടിട്ട്. ഇപ്പോൾ നമുക്ക് ശബ്ദ പ്രമാണം എന്ന് പറയുന്നൊരു പ്രമാണം ഇന്ത്യൻ ലോജിക്കിലുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ വേർബലിയാണ് നമ്മളൊരു കാര്യത്തിനെ മനസ്സിലാക്കുന്നത് അല്ലേ. കണ്ടിട്ടും പിന്നെ അതുപോലെ തന്നെ അനുമാനത്തിലേക്ക് എത്തിയും അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നോളജ് അക്വയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വേർബലി ഭാഷ ഉപയോഗിച്ച് നമുക്കൊരു കാര്യത്തിന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ ലോജിക്ക് ഡസ് നോട്ട് റിജക്ട് ദ വെർബലിസ്റ്റ് വ്യൂ ഓഫ് ലോജിക്. അപ്പോൾ അത് തെറ്റാണ്. റിജക്റ്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് റിജക്റ്റ് എന്നാണ്. അപ്പോൾ റിജക്റ്റ് ചെയ്യുന്നില്ല. I'm sorry, does not reject the verbalist വ്യൂ ഓഫ് ലോജിക്. വെർബലിസ്റ്റ് വ്യൂ ഓഫ് ലോജിക്കിനെ റിജക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഇന്ത്യൻ ലോജിക്ക്. സോ അത് റോങ് ആണ്. റിജക്റ്റ് ചെയ്യുന്നുണ്ട്. വെർബലിസ്റ്റ് വ്യൂവിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. യെസ് ഇന്ത്യൻ ലോജിക്ക് വെർബലിസ്റ്റ് വ്യൂവിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് വെർബലിസ്റ്റ് വ്യൂവിനെ റിജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വെർബലി ഉള്ള കാര്യത്തിനെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് വേർഡ് കൊണ്ട് മാത്രം നമ്മൾ ഒരു ലോജിക്കും വരുന്നില്ല അല്ലേ. നമ്മൾ മറ്റുള്ള കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആ ലോജിക്ക്, ആ 6 പ്രമാണങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ അത് ലോജിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് എന്താണ്? അത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27 നോക്കാം. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് some animals are not birds is given false, then which of the following statement can immediately inferred to be false? അതായത് some animals are not bird, some not false ആയാൽ false ആവുന്ന എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം സമ്മിനും സം നോട്ടിനും ഒരുമിച്ച് false ആവാൻ പറ്റില്ല, പക്ഷെ ഒരുമിച്ച് ട്രൂ ആവാം അല്ലേ. അപ്പോൾ ഇത് false ആയാൽ ഇമ്മീഡിയറ്റ്ലി ഫോൾസ് ആവുന്ന എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ സം നോട്ടിനും സമ്മിനും ഒരുമിച്ച് ഫോൾസ് ആവാൻ പറ്റില്ല. അപ്പോൾ സം നോട്ട് ഫോൾസ് ആയാൽ ഫോൾസ് ആവുന്ന എന്തായിരിക്കും? നോ ആയിരിക്കും അല്ലേ. സം നോട്ട് ഫോൾസ് ആയാൽ നോയും ഫോൾസ് ആവും. എന്തുകൊണ്ടാണ്? കുറച്ചില്ല എന്നുള്ളത് തെറ്റിക്കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളതും തെറ്റാവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഉറപ്പുള്ള കേസല്ല, പക്ഷേ എന്നാലും നമുക്ക് ഒരിക്കലും സമ്മ് ഫോൾസ് ആവില്ല. കാരണം സമ്മിനും സം നോട്ടിനും ഒരുമിച്ച് ഫോൾസ് ആവാൻ പറ്റില്ല. പിന്നെ കോൺട്രഡിക്ടറി പറയാൻ പറ്റും. ഒന്ന് ഫോൾസ് ആയാൽ മറ്റേത് ട്രൂ ആവുന്നതാണ് കോൺട്രഡിക്ടറി. പിന്നെ നമുക്ക് ആകെയുള്ളത് എന്താണ്? റിലേഷൻ എന്താണ്? നോയാണ് അല്ലേ. അപ്പോൾ സം നോട്ട് എന്ന് എടുക്കുമ്പോൾ അതിൻ്റെ കോൺട്രഡിക്ടറി ഓളാണ്. ഓളുമായിട്ട് അതിന് ബന്ധം വരുന്നില്ല. സമ്മും സം നോട്ടും ഒരുമിച്ച് ഫോൾസ് ആവില്ല. പിന്നെ ആകെ റിമൈനിങ് ആയിട്ടുള്ളത് എന്താണ്? നോയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നോ ആനിമൽസ് ആർ ബേർഡ്സ് എന്നുള്ളതായിരിക്കും. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പെട്ടെന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഇറ്റ് ഈസ് സ്റ്റേയിങ് ഔട്ട് ലേറ്റ്, ദെൻ ഇറ്റ് ഈസ് നോട്ട് കോളിംഗ് ഹോം. ആദ്യം എന്താണ്? ലേറ്റ് ആയിട്ട് വരും. പിന്നെ വീട്ടിലേക്ക് വിളിക്കാതെ ആവും. ദെൻ വൈൽഡ് പാർട്ടീസ്, പിന്നെ പാർട്ടികൾക്കൊക്കെ പോയി തുടങ്ങും. ആൻഡ് ബിഫോർ യു നോ ഇറ്റ് യുവർ ലൈഫ് വിൽ ബി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ. പിന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ ആവും. ഓക്കെ, സം ഡേ യു വിൽ ബി ഗ്ലാഡ് ദാറ്റ് യു ഹാഡ് എ ലോക്ക്ഡൗൺ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലോക്ക്ഡൗൺ വന്നു എന്ന് നിങ്ങൾ ആശ്വസിക്കും. വിച്ച് ഇൻഫോർമൽ ഫാലസി ഈസ് കമ്മിറ്റഡ്? ഇതെന്താണ്? ഒന്ന് അടുത്തതിലേക്ക് നയിക്കും അങ്ങനെയല്ലേ പറയുന്നത്. സോ ഏത് ഫാലസിയാണ്? സ്ലിപ്പറി സ്ലോപ്പ്. ഇനി ചെയിൻ ആർഗ്യുമെൻ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് ആൻസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ സ്ലിപ്പറി സ്ലോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ന്യായ വിച്ച് മീൻസ് ഓഫ് നോളജ് ഓർ പ്രമാണ ഈസ് യൂസ്ഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെൻറ്റ്? ഇതിനകത്ത് ഏത് പ്രമാണം, 6 പ്രമാണങ്ങളിൽ ഏത് പ്രമാണമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തേക്കുന്നതെന്നാണ്. ദ വേൾഡ് ഈസ് എൻ ഇഫക്റ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് മസ്റ്റ് ഹാവ് എൻ എഫിഷ്യൻറ്റ് കോസ് ലൈക്ക് ഓൾ ഒബ്ജക്ട്സ് ലൈക്ക് പോട്ട്സ്, ക്ലോത്ത് എക്സെട്ര. ദ എഫിഷ്യൻറ്റ് കോസ് ഇസ് ഗോഡ്. അതായത് വേൾഡിന് ഒരു ഇഫക്റ്റ് ഉണ്ട്. ആൻഡ് ഹെൻസ് ഇറ്റ് മസ്റ്റ് ഹാവ് എൻ എഫിഷ്യൻറ്റ് കോസ്. അതായത് വേൾഡിനൊരു ഇഫക്റ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു കാരണം ഉണ്ടായിരിക്കണമല്ലോ അല്ലേ. അപ്പം അതുകൊണ്ട് ആ കാരണമാണ് ദൈവം എന്ന് പറയുന്നത്. അതെന്താണ്? ഇൻഫറൻസ് അല്ലേ.
ഒരു അനുമാനമല്ലേ ഇത്? നമ്മൾ കണ്ടിട്ടില്ല ദൈവത്തിനെ. നമ്മൾ എന്താണ് നമ്മളൊരു ഇഫക്റ്റ് കണ്ടു, അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും. അതെന്താണ്? നമ്മൾ ഇഫക്റ്റ് കണ്ടു, കാരണം ഉണ്ടാവും. എന്താണ്? നമ്മൾ അനുമാനയിലെ നമ്മൾ ശേഷാവത് പൂർവാവതൊക്കെ കണ്ടില്ലേ? ആ ഒരു സെയിം അല്ലേ? അതായത് നമ്മളൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം റീസണിനെ പറ്റി ചിന്തിക്കുന്നതാണ് ശേഷാവത് അല്ലേ? ശേഷാവത് അനുമാനയാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? അനുമാനയാണ്. അതായത് മഴ പെയ്തത് കണ്ടില്ല, പക്ഷേ മുറ്റത്ത് വെള്ളം കിടക്കുന്ന കണ്ടു. അപ്പോൾ മുറ്റത്തെ വെള്ളം കണ്ടിട്ട്, ഇഫക്റ്റ് കണ്ടിട്ട് നമ്മൾ കോസിനെ അനുമാനിച്ചു അല്ലേ? അതേ സാധനം തന്നെയല്ലേ ഇവിടെ? അതായത് പ്രകൃതിയിലെ ഈ കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ, ഇഫക്റ്റ്. അപ്പോൾ അതിനൊരു കാരണക്കാരൻ ഉണ്ടാവും എന്ന് അനുമാനിക്കുന്നതാണ് എന്ത്? അതൊരു അനുമാനയാണ്. വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Does the distinguished member of the parliament really believe that Indian public is so naive that they will endorse just any stop measure? Which fallacy is committed in the above? അതായത് എം പിമാർ വിശ്വസിക്കുന്നുണ്ടോ, അതായത് ഇന്ത്യൻ പബ്ലിക് വളരെ നെയ്വാണെന്ന്, വളരെ എന്താണ് പെട്ടെന്ന് ചീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നും ഇല്ല എന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അതൊരു ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അതായത് ജനങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേന്നും പറയാൻ പറ്റില്ല, അല്ലാന്നും പറയാൻ പറ്റില്ല. അതായത് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാതിരിക്കാൻ പാകത്തിന് ജനങ്ങളൊക്കെ വിഡ്ഢികളാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാന്നും അതേന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്? കോംപ്ലെക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, കോംപ്ലെക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തതും ഫാലസി ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഐഡൻറ്റിഫൈ ദ ഫാലസി കമ്മിറ്റഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, മൈ ഒപ്പോണൻറ്റ് ചീറ്റഡ് ഓൺ ഹിസ് ടാക്സസ്. ഹി ഹയേർഡ് ആൻ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആസ് എ നാനി. ഹിസ് വ്യൂ ഓൺ ടാക്സ് റിഫോംസ് കനോട്ട് ബി ട്രസ്റ്റഡ്. അതായത് എൻ്റെ ഒപ്പോണൻറ്റ് ടാക്സിൽ ചീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അയാൾ ഒരു ഇല്ലീഗൽ മൈഗ്രൻറ്റിനെ നാനി ആയിട്ട് ഹയർ ചെയ്തു. അതുകൊണ്ട് അയാൾ ടാക്സ് റിഫോമിനെ പറ്റി പറയുന്ന ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതെന്താണ്? അതൊരു പേഴ്സണൽ അറ്റാക്ക് അല്ലേ? അതായത് നിങ്ങൾ അങ്ങനെ ഒരാളെ, നിങ്ങൾ അങ്ങനെ ഒരു ഇല്ലീഗൽ മൈഗ്രൻറ്റിനെ നാനിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ടാക്സ് റിഫോമിനെ പറ്റി പറയാൻ എന്ന് പറയുമ്പോൾ അത് അയാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ? അത് പേഴ്സണലി അറ്റാക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് പിന്നെ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല, നിങ്ങളെങ്ങനെ അതിനെപ്പറ്റി പറയും എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സണൽ അറ്റാക്കാണ്. ദാറ്റ് ഈസ് ആഡ് ഹോമിനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Although I am very happy to win the lottery, I am also a little worried. The last time I had won a lottery, my pocket was picked the next morning. Which logical fallacy is committed in the above argument? അപ്പോൾ ഇവിടെ എനിക്ക് ലോട്ടറി അടിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ കഴിഞ്ഞ തവണ എനിക്ക് പക്ഷേ ചെറിയൊരു പേടിയുണ്ട്. എന്താണ്? കഴിഞ്ഞ തവണ എനിക്ക് ലോട്ടറി അടിച്ചപ്പോൾ തന്നെ എന്താണ്? പോക്കറ്റ് അടിക്കലും ഉണ്ടായി അല്ലേ? അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് സംഭവിച്ചു. എന്താണ്? പോസ്റ്റ് ഹോക്ക് അല്ലേ? അങ്ങനെ ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. കഴിഞ്ഞ തവണ എനിക്ക് ലോട്ടറി അടിച്ചു, അതിനെ തുടർന്ന് തന്നെ എനിക്ക് എന്താണ്? പോക്കറ്റ് അടിയും നേരിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇത്തവണയും എനിക്ക് ലോട്ടറി അടിച്ചു, പക്ഷേ ഇനിയും പോക്കറ്റ് അടി ഒക്കെ പെടുമോ എന്ന് ചിന്തിക്കുന്നത് എന്താണ്? അതൊരു ഫാലസിയാണ് അല്ലേ? അതെന്ത് ഫാലസിയാണ്? പോസ്റ്റ് ഹോക്ക് ഫാലസിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇൻഫോർമൽ ഫാലസി ഈസ് കമ്മിറ്റഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെൻറ്റ്? ഇതിനകത്ത് ഏത് ഇൻഫോർമൽ ഫാലസിയാണ് കമ്മിറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. Famous singer Mr. Shantanu says ABC toothpaste boosts our immunity. Therefore, we must buy ABC toothpaste. അതായത് ഫേമസ് സിംഗർ ആയിട്ടുള്ള ഇന്നൊരാൾ ABC ടൂത്ത്പേസ്റ്റ് നല്ലതാണെന്ന് പറയുന്നു, അതുകൊണ്ട് നമ്മൾ ABC ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അയാൾക്ക് എന്ത് അതോറിറ്റിയാണുള്ളത്? അയാൾ പാട്ടുകാരനാണ്. പാട്ടുകാരൻ എങ്ങനെയാണ് പേസ്റ്റിനെ പറ്റി സംസാരിക്കുക? ഇപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റ് പറയുകയാണെങ്കിൽ ഓക്കെ, ഇപ്പം നമ്മൾ ഈ ടൂത്ത്പേസ്റ്റിൻ്റെ ഒക്കെ ആഡിൽ പറയാം അല്ലേ, ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതെന്ന് പറയും. അതെന്തുകൊണ്ടാണ്? അതിന് കുറച്ചും കൂടെ ഒരു ഒതൻറ്റിസിറ്റി ഉണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു സിംഗറോ അല്ലെങ്കിൽ ഒരു ആക്ടറോ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒതൻറ്റിസിറ്റി ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ അതെന്താണ്? അപ്പീൽ ടു ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റിയാണ് അല്ലേ? അതോറിറ്റി അപ്രോപ്രിയേറ്റ് അല്ല. അതായത് ആരാണോ അത് പറയുന്നത് അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതോറിറ്റി അല്ല. സോ അവിടെ കമ്മിറ്റ് ചെയ്തേക്കുന്ന ഫാലസി ഈസ് അപ്പീൽ ടു ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഫാലസി ഈസ് കമ്മിറ്റഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെൻറ്റ്? വെൻ ഐ കോൾഡ് യു, യു വെയർ നീദർ ഇൻ യുവർ ക്ലാസ് നോർ ഇൻ ദ ലബോറട്ടറി. വൈ ആർ യു അവോയ്ഡിങ് മീ? ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ല, ലാബിലും ഉണ്ടായിരുന്നില്ല. നീ എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന്? അതെന്താണ് ആക്ച്വലി?
റെഡറിങ് ആണ്, ചർച്ച വഴിതിരിച്ചു വിടുന്നതല്ലേ. അതായത് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യാതൊരു ബന്ധവുമില്ല. ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ല, ലബോറട്ടറിയിലും ഉണ്ടായിരുന്നില്ല, നീ എന്നെ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത്? അതും ഇതും അവോയ്ഡ് ചെയ്യലും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അതായത് ഞാൻ വിളിച്ചപ്പോൾ നീ ക്ലാസ്സിലും ലബോറട്ടറിയിലും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ അർത്ഥം നീ എന്നെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണോ? അല്ല. അപ്പോൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഡൈവേർട്ട് ചെയ്ത ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഞാൻ ലബോറട്ടറിയിലും ക്ലാസ്സിലും ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ എന്താണ് അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതല്ല. അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യം പുതിയൊരു ടോപ്പിക്ക് പറയുന്നതിന്, ചർച്ച വഴിതിരിച്ചു വിടുന്നതിനാണ് റെഡറിങ് എന്ന് പറയാം. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്താണ്? റെഡറിങ് ഫാലസി ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Critics of Freudian psychologist theory should get themselves psychoanalyzed because opposition to the theory is itself caused by unconscious resistance arising from the Oedipal complex, which according to Freud, ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫ്രോയിഡിയൻ സൈക്കോളജിയുടെ ക്രിട്ടിക്സ്, അതായത് ഫ്രോയിഡിയൻ സൈക്കോളജി തിയറീനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ എന്ത് ചെയ്യണം? അവരെ ഹിപ്നോട്ടൈസ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ തന്നെ സൈക്കോഅനാലിസിസിന് വിധേയരാക്കണം. കാരണം അവരിങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ഈഡിപ്പൽ കോംപ്ലക്സ് ഉള്ളതാണെന്ന്. അതായത് എന്താണോ നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അല്ലേ. സോ ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണ്. അതായത് അവരുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവുന്ന പ്രശ്നം കാരണമാണ് അവരിതിനെ റിജക്റ്റ് ചെയ്യുന്നത്. എന്താണോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. സോ ബെഗിങ് ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which logical fallacy is exemplified in the following statement? No one can criticize the Freudian psychology unless the one who criticizes himself has been psychoanalyzed. അതെന്താണ്? നിങ്ങൾ ആദ്യം സൈക്കോഅനാലിസിസിന് വിധേയരാകൂ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെന്താണ്? ആഡ് ഹോമിനം, വ്യക്തിപരമായ അധിക്ഷേപമല്ലേ. നിങ്ങൾ ആദ്യം ഇത് ചില ചാനൽ ചർച്ചയിൽ കണ്ടിട്ടുണ്ടാവും, അത് പഠിച്ചിട്ടുണ്ടോ, അത് വായിച്ചിട്ടുണ്ടോ, എന്നാൽ അത് വായിച്ചിട്ട് വരൂ, അത് വായിച്ചിട്ട് വന്നിട്ട് എന്നോട് സംസാരിക്കും. ഇതൊക്കെ ശരിക്കും ഫാലസിയാണ്. നമ്മളിപ്പോൾ പല പല ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഡിബേറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ ഈ പല ഡിബേറ്റ് നടത്തുന്ന ആളുകൾ ഇതുപോലത്തെ കുറേ ഫാലസികൾ കമ്മിറ്റ് ചെയ്യുന്നത് അത് ശരിയായ ഒരു രീതിയല്ല. അതായത് ഇപ്പം നിങ്ങൾ അതിനെപ്പറ്റി പറയാത്ത ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി അറിയാത്ത ആളുകൾ എന്നോട് പിന്നെ അതിനെപ്പറ്റി സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ചാനൽ ചർച്ചയിൽ വിവാഹം കഴിക്കാത്ത പള്ളിയിലച്ചന്മാർ വിവാഹത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ വെറുതെ ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയും, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മാരേജിനെ പറ്റി പറയാൻ പറ്റുമെന്ന്. അതായത് അത് ശരിക്കും ഒരു ആഡ് ഹോമിനോ ആണ്. അതായത് അയാൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അയാൾക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾക്ക് അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അല്ലേ. വിവാഹം കഴിച്ച ആൾക്ക് അതിനെപ്പറ്റി കുറച്ചൊരു പ്രാക്ടിക്കലായിട്ടുള്ള നോളേജ് ഉണ്ടാവും, അല്ലാത്തവർക്ക് അതിനെപ്പറ്റി പറയാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാൻ അവകാശം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫാലസിയാണ്. അത് ആഡ് ഹോമിനം ഫാലസിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 37. Which fallacy is committed in the following argument? As society we have an obligation to support the needy. നമ്മൾ ആസ് എ സൊസൈറ്റി നമുക്ക് എന്തുണ്ട്? ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, നമുക്കൊരു കടമയുണ്ട് സൊസൈറ്റിയിലെ പാവപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ. ബിക്കോസ് പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് റിസോഴ്സസ് ഹാവ് എ റൈറ്റ് ടു ദി റിസോഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി. അതായത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് ഇല്ലാത്തവർക്ക് ആ കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സ് എടുക്കാനുള്ള അവകാശമുണ്ട്. അതെന്ത് തന്നെയാണ്? ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിലേക്ക് തന്നെ തിരിച്ചു വരുവാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് ആ പ്രൂവ് ചെയ്യേണ്ടതിലേക്ക് തന്നെ തിരിച്ചു വരുന്ന രീതിയിലാണ് അത് ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 3-4 എണ്ണം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നാലാമത്തെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ലോജിക്കൽ ഫാലസി? ഇവിടെ കമ്മിറ്റ് ചെയ്തേക്കുന്ന ഫാലസി ഏതാണെന്നാണ് ചോദ്യം. എലഫൻറ്റ് ലിവ് ഇൻ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വെയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് വെജിറ്റേഷൻ. എലഫൻറ്റ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ജീവിക്കുന്നത്, വെയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് വെജിറ്റേഷൻ. സോ വി പ്രോബബ്ലി വുഡ് നോട്ട് സീ എനി അറ്റ് ദി ഷിക്കാഗോ സൂ. അപ്പോൾ നമുക്ക് എന്താണ്? എലിഫൻറ്റിനെ ഷിക്കാഗോ സൂവിൽ കാണാൻ പറ്റില്ല. അതെന്താണ്? ഫാലസി ഓഫ് ആക്സിഡൻറ്റ്. അത് നമ്മൾ എന്താണ്? അത് എക്സെപ്ഷൻ കേസ് നമ്മൾ വിട്ടുപോയതാണ്. അതായത് ട്രോപ്പിക്കൽ ഫോറസ്റ്റിലാണ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് എലിഫൻറ്റിനെ കാണാൻ പറ്റുക, നിറച്ച് വെജിറ്റേഷൻ ഉള്ളത്. അപ്പോൾ ഷിക്കാഗോ സൂവിൽ അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ കാണാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Healthcare reforms in India will not work since our healthcare system simply cannot be reformed. Begging the question, അല്ലേ? ഹെൽത്ത് കെയർ റിഫോം ഇന്ത്യയിൽ വർക്ക് ആവില്ല. കാരണം എന്താണ്? ഹെൽത്ത് കെയർ സിസ്റ്റം ഇവിടെ റിഫോം ചെയ്യാൻ പറ്റില്ല. അതായത് പ്രത്യേകിച്ച് പ്രൂഫൊന്നും കൊടുത്തിട്ടില്ല. എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ബെഗിങ് ദ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് റാമിറേസ് ഈസ് എ മെമ്പർ ഓഫ് ദി ആനിമൽ റൈറ്റ്സ് സൊസൈറ്റി ദെൻ ഹി ഒപ്പോസസ് കോക്ക് ഫൈറ്റിംഗ്. റാമിറേസ് ആനിമൽ റൈറ്റ് സൊസൈറ്റിയിലെ ഒരു അംഗമായിരുന്നെങ്കിൽ അയാൾ കോഴിപ്പോര് അല്ലെ കോക്ക് ഫൈറ്റിങ്ങിനെ എതിർത്തേനെ. റാമിറേസ് ഒപ്പോസസ് കോക്ക് ഫൈറ്റിംഗ്. റാമിറേസ് കോക്ക് ഫൈറ്റിങ്ങിനെ എതിർക്കുന്നു. ദെർഫോർ റാമിറേസ് ഈസ് എ മെമ്പർ ഓഫ് ദി ആനിമൽ റൈറ്റ്സ് സൊസൈറ്റി. ഏതാണ്? അഫേമിങ് ദി കോൺസിക്വൻറ്റ് അല്ലേ? അഫേം ദി കോൺസിക്വൻറ്റ്. അതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവുമായിരിക്കും. അപ്പോൾ ഇതിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? അഫേമിങ് ദി കോൺസിക്വൻറ്റ്. വെരി സിമ്പിൾ. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പേർട്ട് ആവും, അല്ലെങ്കിൽ കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അത്രയും ഒരു ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.